ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ലോകത്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്ന അവർ കുഞ്ഞുനാളിലെ ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ പേഷ്യൻസ് അത്യാവശ്യം വേണ്ട ഒരു കാര്യം കൂടെയാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടി എണീറ്റുടൻ അവനെ കൊണ്ട് ബെഡ് ഒരുക്കിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസിപ്ലിനിൽ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഒരു കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ആ കുട്ടിയെ കൊണ്ടുപോയി പല്ലിയിപ്പിക്കുക, കുളിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങ് പോവുക. അതിനുശേഷം അച്ഛനോ അമ്മയോ ആയിരിക്കും അവരുടെ ബെഡ് ഒരുക്കുന്നത്. അത് ആണ് ആദ്യം നമ്മൾ നിർത്തേണ്ടത്. ആ കുട്ടിയെ കൊണ്ട് തന്നെ എണീറ്റോടൻ ആ ബെഡ് ഒരുക്കിക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് ഡിസിപ്ലിൻ ഉണ്ടാവാനായി ചെയ്യേണ്ട ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ്. ആ ഒരിക്കൽ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അവനെ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മറക്കാതെ ചെയ്യുക. കാര്യം കണ്ടിന്യൂസ് അവർക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അവർക്കത് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ കണ്ടിന്യൂസ് ബെഡ് ഇങ്ങനെ വൃത്തിയാക്കിയിടുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് അവന് കൊടുത്തു നോക്കും. അവൻ ഇത്രയും ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ആ ഗിഫ്റ്റ് കിട്ടുന്നതോടുകൂടി തന്നെ അവന് ഒരു സെൽഫ് എസ്റ്റീം കൂടുന്ന ഒരു ഫീൽ ഉണ്ടാവും. അവൻ എന്നും എന്ത് ചെയ്യാൻ തുടങ്ങും? ആ ബെഡ് വൃത്തിയായി വിരിക്കാനായിട്ട് അവൻ ശ്രമിക്കുമെന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യാൻ മറന്നു പോകും എന്നുള്ളതാണ്. പകരം നമ്മളൊരു ചെറിയ ചെറിയ ന്യൂനതകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട അപ്രീസിയേഷൻ ആണ് കൊടുക്കേണ്ടത്. ചെറിയ ചെറിയ ന്യൂനതകളെ നമ്മൾ കണ്ടില്ലാതെ നടിക്കുക. അതിനുശേഷം അവൻ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവനൊരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടെ ഹാപ്പി ആവുകയും അവൻ്റെ സെൽഫ് എസ്റ്റീം കൂടുകയും അവൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതൊക്കെ ഡിസിപ്ലിൻ്റെ ആദ്യ പടികളാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അവന് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൂടെ അവൻ്റെ സെൽഫ് എസ്റ്റീമും ഉയർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.